ഒരുപാട് സന്തോഷമുണ്ട്. എന്തായാലും ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ പടം ഉറപ്പായിട്ടും ശ്രദ്ധിക്കപ്പെടുന്നൊരു പടമായിരിക്കും. പിന്നെ ഇന്ന് ഒരു സർപ്രൈസ് ആയത് PVG സാറിൻ്റെ ഫാമിലി ഇവിടെ എത്തിയിട്ടുണ്ട്. PVG സാറിൻ്റെ വൈഫും പിന്നെ മക്കളായ ഷേർഗയും ഷേണു ചേച്ചിയല്ല സോറി ഷൈല ചേച്ചി. അപ്പം അതും ഒരുപാട് സന്തോഷം നൽകിയൊരു കാര്യമാണ്. അപ്പം അങ്ങനെയാണ് നമ്മളിതിലേക്ക് വരുന്നത്. പിന്നെ കുറച്ച് നാൾ ഇതിൻ്റെ നിർമ്മാണം ആര് ചെയ്യുമെന്നുള്ളൊരു ആലോചനയിലായിരുന്നു. അപ്പോഴാണ് ജുനൈസിനെ പോലെ ഒരു കലയും ഒക്കെ സ്നേഹിക്കുന്ന ഒരാൾ പ്രൊഡ്യൂസറായിട്ട് വരുന്നതും അദ്ദേഹം അത് ഏറ്റെടുക്കുന്നതും ഒരുപാട് സന്തോഷമുണ്ട്. വിളിച്ചേട്ടാ താങ്ക് യു, ചേട്ടാ താങ്ക് യു ഫോർ ബീങ് വിത്ത് us. പിന്നെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഡോക്ടർ റോഷനെയും ഡോക്ടർ കവിതയും കാണുന്നത്. ചേർന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. സംവിധായകൻ്റെ ആദ്യത്തെ സിനിമ, നിർമ്മാതാവിൻ്റെ ആദ്യത്തെ സിനിമ, എഴുത്തുകാരൻ്റെ ആദ്യത്തെ സിനിമ, അതിൻ്റെ ആകാംക്ഷ എല്ലാവരുടെ മുഖത്തുണ്ട്. പിന്നെ ഇത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഫീലാണ് കിട്ടുന്നത്. കാരണം ഇങ്ങനെ ഒരു ആരവങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ ജനക്കൂട്ടത്തിനിടയിൽ നമുക്ക് ആദ്യത്തെ ദിവസം തന്നെ ഇങ്ങനെ സംഭവിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ചിത്രം വലിയ വിജയം നേടും എന്ന് പ്രതീക്ഷിക്കുന്നു, ആശംസിക്കുന്നു. ഇതിൻ്റെ നിർമ്മാതാവായിട്ടുള്ള ജുനൈസ് എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്ററുടെയും ഡയറക്ടറുടെയും അവരുമായിട്ട് ഇരുന്നപ്പോൾ അവരുടെ ഹാർഡ് വർക്ക് എത്രമാത്രം ഉണ്ടെന്നുള്ളത് ആ ഒരൊറ്റ ഇരുത്തത്തിൽ മനസ്സിലാക്കി. ഞാനൊക്കെ വിശ്വസിക്കുന്നത് ഏതൊരു വിജയത്തിൻ്റെ ബാക്കിൽ ദർ ഇസ് നോ സബ്സ്റ്റിറ്റ്യൂഷൻ ഫോർ ഹാർഡ് വർക്ക്. എന്തും നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, പക്ഷേ ഹാർഡ് വർക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. അത്രമാത്രം ഹോംവർക്ക് അവരിതിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഹാർഡ് വർക്ക് വിജയിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ദൈവം ഉണ്ടെന്ന് പറയുന്നതിന് അർത്ഥമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അവരതിനു മാത്രം വർഷങ്ങളുടെ എന്താ പറയുക ഒരു എക്സ്പെരിമെൻ്റ്, അതിൻ്റെ ഗവേഷണം എല്ലാം ഇതിൻ്റെ പിറകിലുണ്ട്. ആ ഹാർഡ് വർക്കിന് ഫലം കിട്ടട്ടെ. അത് രജീഷ് പരമേശ്വരനും ഡോക്ടർ ജുനൈസ് ബാബുവിനും നായകനായ എറണാകുളത്ത് സ്കൈലൈൻ സിർക്കോണിൽ അവിടെ 4ാമത്തെ സിനിമയാണ് ഞാൻ ഒരു പോലീസ് ക്യാരക്ടർ ചെയ്തത്. സന്തോഷം എന്ന് വെച്ചാൽ എൻ്റെ ഫാദറിൻ്റെ കരിയറിൽ ബിഗിനിങ്ങിൽ അദ്ദേഹം ഒരുപാട് സിനിമകൾ പോലീസ് ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. സ്ഥലത്ത് പ്രധാന വൈകൻസായി മേഖലയിലായി ക്രൈം ഫയലിൽ. അപ്പോൾ അതേപോലെ എനിക്കിങ്ങനെ കുറച്ച് വേഷങ്ങൾ കിട്ടുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. സായിച്ചേട്ടനൊപ്പം വർക്ക് ചെയ്യാൻ എക്സൈറ്റഡാണ്. ഒരുപാട് ബഹുമാനിക്കുന്ന ഒരുപാട് ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ്. അദ്ദേഹത്തിന് ഒരു നല്ല റോള് കിട്ടിയ സന്തോഷം. എല്ലാം കൊണ്ടും ഒരു പുതുമ നിറഞ്ഞ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു മുഹൂർത്തം. ഒരു സംവിധായകനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സംവിധായകനാകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഫസ്റ്റ് സിനിമ, ആദ്യ സിനിമ എന്ന് പറയുന്നത് അത് അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാക്കുന്ന ഒരു ആകാംക്ഷയും സന്തോഷവും പ്രതീക്ഷയൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് അദ്ദേഹം ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയും അതുപോലെ തന്നെ എല്ലാവരും തന്നെ പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു സിനിമയുടെ ഏറ്റവും വലിയൊരു ഘടകമാണ്. ഒരു പ്രൊഡ്യൂസർ ഉണ്ടെങ്കിൽ ഈ സ്വപ്നങ്ങളൊക്കെ സംവിധായകരുടെ സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കാനും അതുപോലെ തന്നെ പ്രേക്ഷകരിൽ ആ സിനിമ എത്തിക്കാനും കഴിയും.